സോ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എനിക്കൊന്നും പറയാനില്ല. മാർക്കോ തമ്പുരാനെ സമ്മതിച്ചേട്ടാ. മലയാളത്തില് ജഗദീഷ് ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇതുപോലൊരു വയലൻസ് കാണത്തില്ല എന്ന് പറഞ്ഞു. സത്യം തന്നെ. ഭീകരം എന്ന് വെച്ചാൽ ഭീകര വയലൻസ്. ആൻഡ് ഒരു കാര്യം പറയാം, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികള് ഫാമിലി ആയിട്ട് സിനിമ വരുമ്പോ കുട്ടികളെ ഒഴിവാക്കണം, പ്ലീസ് ഒഴിവാക്കണം. കാരണം അവർക്ക് ദഹിക്കത്തില്ല. കാരണം ഈ മലയാളത്തിലെ ഈ ഒരു സിനിമ വലിയ വയലൻസ് ചിത്രമാണെന്നൊക്കെ പറഞ്ഞു, കില്ലിന് മേളി വരുമെന്നൊക്കെയാ പറഞ്ഞത്. സത്യം പറയാം, ഇതിന്റെ ഒരു അവസാന 40 മിനിറ്റ് കില്ലിന് മേളിലേക്ക് ഞാൻ സത്യം പറഞ്ഞാലേ എനിക്കിത് ഇങ്ങനെ അവസാനിച്ചാൽ മതിയെന്നായി. കാരണം ഇത് എങ്ങനെയാണ് അവസാനിക്കണം? കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സീൻസ് ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്റെ കൈയൊക്കെ ദൂരം കേട്ടാ, ആൻഡ് ഒരു കാര്യം കൂടെ പറയാം, ഇത് ഉറപ്പായിട്ടും ഇത് എഡിറ്റ് ചെയ്ത് മാറ്റും. ഇതിന് അപ്രൂവൽ എങ്ങനെ എനിക്ക് അറിയത്തില്ല. സർട്ടിഫിക്കറ്റ് ആണ്. എന്നാലും നമ്മൾ ഇതൊക്കെ ഒരു അന്യായം കേട്ടോ. നമ്മള് മറ്റു ലാംഗ്വേജിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു ഞാൻ ഹിന്ദിയില് കില്ല് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ലെവൽ എടുത്തു. അതിന്റെ അപ്പുറം പോയി. അവസാനത്തെ ഒരു 40 മിനിറ്റ്. പിന്നെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഫ് അദാനിയുടെ ചിത്രമാണ്. ഡയറക്ഷൻ പക്ക ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയാ മേക്കിംഗ് അത് ഗംഭീരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൊണ്ടും എന്താ പറയാ യൂത്തിന് തിയേറ്ററിൽ വന്നിരുന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങൾ കടന്ന് വിറയ്ക്കും. അതാണ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജഗദീഷിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കിടിലൻ ഒരു പെർഫോമൻസ്. ഇഷ്ടപ്പെട്ടത് മിക്കായിൽ സിനിമയുമായി മിക്കായിൽ ആ ഒരു ക്യാരക്ടറിന്റെ പേര് മാത്രമേ ആ ഒരു ക്യാരക്ടറിന്റെ പേര് മാത്രമേ, പക്ഷെ അതുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ഇതൊരു നമുക്ക് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏതോ ചുരുട്ട് കമ്പനിക്ക് അവസാനം വരെ ഈ ചുരുട്ട് വലി ഞാൻ ഇപ്പോഴും പറയാട്ടോ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പൊ അത് ഇത്രയും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ വലിയ വലിയ കഥാപാത്രങ്ങളൊന്നും ഇല്ല, നായിക പരിവേഷങ്ങളൊന്നും സിനിമയ്ക്കകത്തില്ല. ഒരു ആക്ഷൻ എന്താ പറയാ, ഒരു കൊടൂര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാം. ലോജിക്കൊന്നും ഇല്ല കേട്ടോ. ഒന്നും ചിന്തിക്കരുത്. ഈ സിനിമ കണ്ടിട്ട് മനസ്സിൽ മൊത്തം കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞോണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ സിനിമ പിക്ചറൈസേഷൻ അതുപോലെ കൊണ്ടുവരിക്കുന്നത് ഒരു ബ്ലഡ് വയലൻസ് ആയിട്ട് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അത് തന്നെ പടം നമ്മൾ ബ്ലഡി വയലൻസ്. പിന്നെ ഉണ്ണിമൂന്നിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമൂന്നിന്റെ ബോഡി അല്ലെ, ഉണ്ണിമൂന്നൻ ഇതിനു വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിന് നമ്മള് ഹാറ്റ്സ് ഓഫ് ബ്രോ. കാരണം അത് സമ്മതിച്ചേ പറ്റൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ജയിപ്പിക്കാൻ നോക്കുന്ന ആളാണ്. പക്ഷെ അതിന് വേണ്ട അയാള് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം വരുന്ന ആ വില്ലൻ ഉണ്ടല്ലോ, അയാൾ ഏത് സിനിമയിലെ ഒരുപാട് സിനിമയ്ക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു വില്ലനാണ് ആ സിനിമ. നമ്മൾ ഇത്രയും നമ്മൾ അതിനെ ദേഷ്യം ഒരു ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു ഇന്റർവൽ പഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ഷാ ഇത്ര ഉള്ള വയലൻസ്. എനിക്ക് ഇടയ്ക്ക് മറ്റേ ബിലാലിന്റെ ഒരു ഇൻട്രോ, മമ്മൂക്കയുടെ സ്വാഗതം ആരെടുത്താലും അങ്ങത്തില്ല. ആ ഒരു ഇൻട്രോ ഇല്ല, അതായത് ആ ജീപ്പ് വന്ന് ആ സാധനമൊക്കെ അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഉണ്ണി മുകുന്ദൻ സിനിമ സ്വാഗൊക്കെ സൂപ്പർ ആയിരുന്നു. പാടം ഒന്നും പറയാനില്ല. അത് എഡിറ്റിംഗ് ഒക്കെ സൂപ്പറാണ്, മറ്റേ ക്യാമറ സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്, ഫൈറ്റ് എസ്പെഷ്യലി ഇന്നത്തെ ചില നമ്മുടെ ഈ ആനിമലിനകത്ത് ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ വെട്ടോത്തി വെച്ച് വെട്ടുന്ന സാധനം അതിലേക്ക് അടിച്ചോണം നല്ല കേട്ടോ. എനിക്ക് അത് റിലേറ്റബിൾ. ആനിമലും ഇതുപോലെ തന്നെ അവസാനത്തെ അതിനൊക്കെ അപ്പുറം ഇത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന പ്രശ്നം കുട്ടികളെ പറയാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു സാധനം നമുക്ക് പറഞ്ഞാൽ സ്പോയിലാ. കാരണം തന്നെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കഥ പറയുന്നു എന്നൊരു ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. അത് വേണ്ട, ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം,
കുട്ടികളുടെ സിനിമയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് എല്ലാവർക്കും ദഹിക്കത്തില്ല. കഴിയുന്നതും കുട്ടികളെ സിനിമ കാണിക്കുക. ഞാൻ തിയേറ്ററിൽ നോക്കിയപ്പോഴേക്കാ ഒരു കൊച്ചുമോനും അപ്പൂപ്പനകം സിനിമ ആണ്. ആ അപ്പവും പറഞ്ഞിരിക്കുക ഇത്രയും വയലൻസ് ഒക്കെ എന്തിനാ കാണിച്ചത്, കൊച്ചുമോന് അവൻ കഷ്ടം, എനിക്ക് തന്നെ സങ്കടമായിപ്പോ എന്നൊക്കെ പറയുന്നു. പിന്നെ ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വയലൻസ് തന്നെയാണ്. ഫൈറ്റ് ഒക്കെ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യാനൊന്നും മടിയില്ലാത്ത. സോ എന്താണെങ്കിലും തിയേറ്ററിൽ വന്ന് ഒരു 2.5 മണിക്കൂർ ഇരുന്ന് ഈ സിനിമ കാണാം. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു 40 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇതെന്താണ് ഈ കാണിക്കുന്നത്, അവസാനിക്കും, ഇവനെ തിരിച്ചപ്പോ കൊല്ലുന്നതിനൊന്നും ഒരു മടിയില്ല, അറുമാതിച്ച് കൊന്നേക്ക. പക്ഷെ വീട്ടിൽ കയറി വന്ന് കൊല്ലുന്ന സമയത്ത് നമ്മുടെ കഥാനായകൻ മൂലക്ക് ഇരുന്ന് പോയി. അത് അറിയാം, പുള്ളിക്ക് വയ്യ, കാരണം ഇവിടെ ഒരുപാട് വെട്ടും കുത്തുമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോയി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലേ, അത് അവസാനം കൊണ്ടുവന്ന ഒരു സാധനം കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അപ്പൊ ഇതിവിടെ തീരുന്നില്ല, എല്ലാ സിനിമയും ഇത് തന്നെയാണല്ലോ. ഇതിനപ്പുറം ഇനിയൊന്നും വയലൻസ് കാണിക്കരുത്. മലയാള സിനിമയുടെ എക്സ്ട്രീം എനിക്ക് ബോളിവുഡ് ഞെട്ടും, ഉറപ്പായിട്ടും ഞെട്ടും. ബോളിവുഡ് അതുകൊണ്ടാണ് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ എടുത്തിരിക്കുന്നത്. അല്ല, ഇത് ബോളിവുഡ് ഞെട്ടും. കാരണം ബോളിവുഡ് നോക്കി ഒരാഴ്ചക്കുള്ളിൽ വരുന്ന റിവ്യൂസ് നോക്കും, മലയാളത്തിൽ ഇതുപോലെയൊക്കെ വയലൻസ് ആളുകൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. തെലുങ്ക്, കന്നഡ, ആന്ധ്ര, തമിഴ്, ഹിന്ദി എല്ലാരും ഞെട്ടും. 8 നില ഞെട്ടും. ഒരു പക്ഷേ ചിലപ്പോ ഇനി അടുത്തൊരു പാൻ ഇന്ത്യൻ ആയിരിക്കുമോ? സാറായി ഞങ്ങളാക്കി. അത് ഇച്ചിരി കൂടെ മൂക്കണോന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ലോജിക്ക് ഒന്നും നോക്കണ്ട. പലർക്കും അസൂയുണ്ട്, ഉണ്ണിമൂതൻ വിജയിക്കണ്ട എന്നുള്ള അസൂയുണ്ട്. അതിനെ മാറ്റി കുറിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചു. അത് അയാളുടെ കഷ്ടപ്പാടാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. ഒരു ആക്ടറെ സംബന്ധിച്ചോളം അയാൾ ചെയ്യുന്ന സിനിമ അത് നമ്മൾ അംഗീകരിക്കും. ആരായാലും ഈ നടന്മാർ എപ്പോഴും ഉണ്ടല്ലോ സിനിമാ നടന്മാരായിട്ട് തന്നെ നിൽക്കുന്നു. രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വലിച്ചഴക്കൽ ഇതിനകത്ത് ചില ആൾക്കാർ കൊണ്ടുപോകും. അന്നേരമാണ് ഈ സിനിമ നശിച്ചു പോകുന്നത്. സിനിമ പൊളിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ഉറപ്പായും തിയേറ്റർ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉണ്ണിമൂതൻ പൊളിച്ച്, ഇത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. സിനിമ ഞങ്ങൾക്ക് കണ്ട് സിനിമ ഈ വയലൻസ് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫാമിലീസിന് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനാണ് നമുക്കറിയില്ല. അത് സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്താണെങ്കിലും സിനിമ ഹിറ്റാവും അല്ല കാര്യത്തിൽ. കാരണം എപ്പോഴും വയലൻസ് സിനിമകളോട് യൂത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതെന്തായാലും ഒരാഴ്ച സിനിമ നമുക്ക് നോക്കാം, കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ.